ചൈനയെ പോലുള്ള ഒരു വമ്പൻ രാജ്യം ആവശ്യപ്പെട്ടിട്ട് ദലൈലാമയെ വിട്ടുകൊടുക്കാതെ ഇപ്പോഴും സംരക്ഷിക്കുന്ന ഇന്ത്യയോടാണ് ഷെയ്ഖ് ഹസീനയെ വിട്ടുതരണമെന്ന് ബംഗ്ലാദേശ് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനെ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കോമഡി എന്നല്ലാതെ മറ്റെന്താണ് വിശേഷിപ്പിക്കാൻ കഴിയുക? തീക്കട്ടയിൽ ഉറുമ്പരിക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലത്തെ അവസ്ഥയാണിത്. അഭയം നൽകുന്നവരെ മരണത്തിന് വിട്ടുകൊടുക്കുന്ന പാരമ്പര്യമല്ല നമ്മുടെ രാജ്യത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രിയെ വിട്ടുകൊടുക്കുന്ന പ്രശ്നവും ഉദിക്കുന്നില്ല. അതിനി ബംഗ്ലാദേശ് അല്ല, അന്താരാഷ്ട്ര കോടതി പറഞ്ഞാൽ പോലും ഇന്ത്യയെ സംബന്ധിച്ച് രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായ ഒരു നിലപാട് സ്വീകരിക്കാനും കഴിയുകയില്ല. ഇന്ത്യയെ കൂടുതൽ പ്രകോപിപ്പിക്കാതിരിക്കുന്നത് തന്നെയാണ് ബംഗ്ലാദേശ് ഭരണകൂടത്തിന് നല്ലത്. കണ്ണടച്ചു തുറക്കുന്ന വേഗത്തില് ഇന്ത്യ വിചാരിക്കുന്ന എന്ത് കാര്യവും ഏത് നിമിഷവും ബംഗ്ലാദേശിൽ നടപ്പാക്കാൻ കഴിയുമെന്നതും ഓർക്കുന്നത് നല്ലതായിരിക്കും. ബംഗ്ലാദേശ് ജനതയിലും അവിടുത്തെ സൈന്യത്തിലെ പ്രബല വിഭാഗത്തിലും ഇപ്പോഴും ഇന്ത്യക്ക് വലിയ സ്വാധീനമുള്ളത്. ഷെയ്ഖ് ഹസീനയുടെ കുടുംബവുമായി ഇന്ത്യക്കുള്ള ബന്ധവും ചെറിയ ബന്ധമൊന്നും അല്ലെന്നതും ലോകം അറിയുന്ന യാഥാർത്ഥ്യമാണ്. ബംഗ്ലാദേശിന്റെ പിറവി തന്നെ ഇന്ത്യൻ സൈനിക നടപടിയിലൂടെ മാത്രം സംഭവിച്ചതാണ്. ഈ ചരിത്രമാർന്നാണ് ജൻസി കലാപത്തിന്റെ മറം പിടിച്ച് ഒരു സംഘം പാക് അനുകൂലികള് ഇപ്പോൾ ബംഗ്ലാദേശിന്റെ ഭരണം പിടിച്ചിരിക്കുന്നത്. അങ്ങനെ നിയമവിരുദ്ധമായി ഭരണം പിടിച്ചവരുടെ തിരക്കഥയിൽ പിറന്ന ഒരു ഡെഡ് വാറണ്ടും അംഗീകരിക്കേണ്ട ബാധ്യത ഇന്ത്യയെ പോലുള്ള ഒരു ജനാധിപത്യ രാജ്യത്തിനില്ല. അതുകൊണ്ട് തന്നെ ഷെയ്ഖ് ഹസീനയെ ഇന്ത്യയിൽ നിന്നും കൊണ്ടുപോയി തൂക്കി കൊന്നുകളയാമെന്നത് ആ ഭരണകൂടത്തിന്റെ സ്വപ്നം മാത്രമായി അവശേഷിക്കാനാണ് സാധ്യത. ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് വീണ്ടും ഒരിക്കൽ കൂടി പ്രധാനമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുന്നതിന് വേണ്ടി മാത്രമായിരിക്കും. ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവിന്റെ മകള് തീർച്ചയായിട്ടും അത് അർഹിക്കുന്നുണ്ട്. കോടതി വിധിക്കെതിരെ ബംഗ്ലാദേശിൽ ഇപ്പോൾ ഉയർന്നു വരുന്ന പ്രതിഷേധങ്ങൾ നൽകുന്ന സൂചനയും അതുതന്നെയാണ്.